ഹലോ, നീ ഇതെവിടെയാ? ഞാൻ നീ പറഞ്ഞ വഴിയെ കേറിയിട്ടുണ്ട്. എനിക്ക് ഇവിടെ ഒന്നും മനസ്സിലാവുന്നില്ല. എന്ന് ചോദിച്ചു നോക്കട്ടെ. എക്സ്ക്യൂസ് മീ ചേട്ടാ, ഈ കനാൽ മുക്ക് എവിടെയാ? കനാൽ മുക്കല്ലേ? ഞാൻ കൊണ്ടാക്കാം. ഞാൻ കൊണ്ടുവിടുമല്ലോ. ഞാനേ ബൈക്ക് എടുത്തോണ്ട് വരാം. അയ്യോ അത് വേണ്ട. അല്ല ബൈക്കിൽ പോകേണ്ട കാര്യമില്ല, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. നടന്നോ. അയ്യോ വേണ്ട, വഴി പറഞ്ഞു തന്നാൽ മതി, ഞാൻ പൊക്കോളാം. അവിടെ നേരെ പട്ടികളുണ്ടെന്ന്. കുട്ടിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ല. വാ, ഞാൻ കൊണ്ടുവിടാന്നേ. അതെ, ഞാനേ വന്നിട്ട് കഥ പറയാം കേട്ടോ. ഞാനിപ്പോഴേ അയ്യോ സോറി, വാ നടന്നോ. എവിടെ വീട്? എവിടെ? ചേട്ടന് അറിയേണ്ട കാര്യമൊക്കെ. അല്ല ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഇതിലെ അങ്ങോട്ട് വഴി പറഞ്ഞു തരാമോ? ആ വഴി പറഞ്ഞില്ല, ഞാൻ കൊണ്ട് പോരാ. പണ്ട് ഇവിടെ ഒരുപാട് പട്ടികളുണ്ട്. പണ്ട് എന്നെ ഒരുപാട് പട്ടികൾ ഇങ്ങനെ കടിക്കാനായിട്ട് ഓടിച്ചതാ. എന്നിട്ട് അത് കടിച്ചിട്ട് പോകും. അല്ല ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. സാറിന് ഇതിലെ ആരും പോകത്തേ അല്ല. അല്ല ഈ സമയത്ത് എന്താ ഇവിടെ പോവാണ്? വെറുതെയോ? ആഹാ, അല്ല ഈ ഏരിയ ഒട്ടും ശരിയല്ല. ഇവിടെ അറിയാലോ, ഈ സ്ഥലത്തിന്റെ ഒരു കുഴപ്പമാണ്. ഇന്നലെ തന്നെ രണ്ടുപേര് ഈ കനാലിൽ മുങ്ങിച്ചത് ഒന്നതാന്നാ പറയുന്നത്. പിന്നെ ഞാനൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. കുട്ടിക്ക് ലൈവിലുണ്ടോ? ഇത് വലിയ ശല്യമായല്ലോ. ഇഷ്ടപ്പെട്ടില്ലല്ലേ? ഞാൻ കുറച്ച് ഓവറായോ? ഇൻസ്റ്റാഗ്രാമിലുണ്ടോ? ഇല്ല. ഐ ഡി വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല, പേര് പറഞ്ഞാൽ ഞാൻ സെർച്ച് ചെയ്തോളാം. ഓ അതിന്റെ ആവശ്യമില്ല. ഫേസ്ബുക്കിലുണ്ടായിരിക്കും. ഒരു ബുക്കും ഇല്ല. വാട്സപ്പിലെങ്കിലും? ഇല്ലല്ലേ. ഫോണുള്ളതല്ലേ? ഫോൺ നമ്പറെങ്കിലും? തനിക്ക് ഇത് തന്നെയാണോ പണി? ഈ കാലത്ത് ഇതൊക്കെ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അത് ഈ 21-ാം നൂറ്റാണ്ടില് കണ്ടോ അതിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞ ലീരി അത്ര ശരിയല്ലെന്ന്. കറുപ്പും ഇട്ട് നിൽക്കുന്നുണ്ടോ? കണ്ടോ? കാലിനത് ഞാൻ പറിച്ചില്ലേ? പോലെ അത് ഈ നാട്ടിലെ ആസ്ഥാന കോഴിയാണെന്നാ തോന്നുന്നത്. എന്തായാലും ഇതുവരെ എത്തിച്ചല്ലേ, ഒരു നന്ദി പറഞ്ഞിട്ട് വരാം. ചേട്ടാ ഒരുപാട് ഉപകാരം, ഞങ്ങൾ ഒളിച്ചോടുമായിരുന്നു. ഈ ഉപകാരം ഒരിക്കലും മറക്കത്തില്ല. താങ്ക്സ് ചേട്ടാ, താങ്ക് യു സോ മച്ച്. ചേട്ടനോട് ബാക്കി കഥ പറയാം.